സോണിയ ജോയി. ഞാൻ പാമ്പാടി കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. 2021 ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2022 ഫെബ്രുവരി 5-ാം തീയതി എനിക്ക് ഡേറ്റ് പറയുകയും ചെയ്തു. പക്ഷേ ഡിസംബർ 23-ാം തീയതി ആയപ്പോഴേക്കും എനിക്ക് ലീക്കിംഗ് ആയി. ഡിസംബർ 26-ാം തീയതി ഞാൻ ഡെലിവറി ആയി. പ്രീ ടൈം ആയിരുന്നു കുഞ്ഞ്. ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. കുഞ്ഞിന് വെയിറ്റ് കുറവായിരുന്നു, 1.5 kg ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ച് കുഞ്ഞിന് 2 ദിവസം കഴിഞ്ഞ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും കുഞ്ഞിൽ വോമിറ്റിങ്ങും അബ്ഡോമൻ ഡിസ്റ്റൻഷൻ ആവുകയും ചെയ്തു. അങ്ങനെ അവർ എക്സ്റേ എടുത്തപ്പോൾ കുഞ്ഞിന് കുടലിൽ ഇൻഫെക്ഷൻ ആണെന്ന് അറിഞ്ഞു. അപ്പോൾ തന്നെ അവിടുന്ന് റെഫർ ചെയ്തു വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവനെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ആ സമയത്ത് എന്നോട് പ്രയർ ചെയ്യ് എന്ന് പറഞ്ഞു. കുഞ്ഞിന് അവിടെ ചെന്നപ്പോഴേക്കും ക്രിട്ടിക്കലായി. അവന് വെൻറ്റിലേറ്ററിൽ വരെ എത്തി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാവരും അവിടെ നിന്ന് പറയുന്നുണ്ട് കൃപാസന മാതാവിനെ പ്രയർ ചെയ്യണം. അവിടെയുള്ള പല സ്റ്റാഫും എന്നോട് പറഞ്ഞു. പക്ഷേ അപ്പോഴും എനിക്കൊരു വിശ്വാസം വന്നില്ല. പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എനിക്കൊരു കൂട്ടുകാരിയെ അയച്ചു. അവളുടെ പേര് ക്രിസ്റ്റൽ. അവൾ എൻ്റെ അടുത്ത് വന്നു. എന്നോട് പറഞ്ഞു, ചേച്ചി പേടിക്കല്ല്, ചേച്ചി പ്രയർ ചെയ്യുക. ചേച്ചി കൃപാസന മാതാവിൻ്റെ വീഡിയോകൾ എനിക്ക് അവൾ യൂട്യൂബിൽ കാണിച്ചു തന്നു. എനിക്ക് അപ്പോഴും ഒരു വിശ്വാസം വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവൾ എന്നെ കൊണ്ട് തന്നെ കൃപാസന മാതാവിൻ്റെ പ്രയർ അവിടെ നിന്ന് യൂട്യൂബിൽ പല സാക്ഷ്യങ്ങളും എന്നെ കാണിച്ചു തന്നു. എനിക്ക് പത്രം തന്നു. എന്നോട് പ്രയർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഞാൻ അങ്ങനെ പ്രയർ ചെയ്തു. എൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, അമ്മ ഇപ്പം തന്നെ എനിക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ജനുവരി 6-ാം തീയതി അവർ വന്ന് കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തു. ആ ദിവസം തന്നെ കുഞ്ഞിന് സർജറി ചെയ്യാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും അനുവദിച്ചു. അങ്ങനെ അവനെ സർജറി ചെയ്തു. അവന് അത്രയധികം ഇൻഫെക്ഷൻ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അവന് ഇലിയോസ്റ്റമി ഇടേണ്ടി വന്നു. അത് കഴിഞ്ഞ് കുഞ്ഞ് ഉടമ്പടി പ്രാർത്ഥനയാൽ കുഞ്ഞ് വളരെയധികം ഇമ്പ്രൂവായി. അവന് വേറൊരു കുഴപ്പവും ഉണ്ടായില്ല. ഡോക്ടർ പറഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല, കുഞ്ഞ് ഓക്കെ ആയി വരും എന്ന് പറഞ്ഞു. ആ വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾ എല്ലാം ഇതായി. എൻ്റെ ഹസ്ബൻഡ് ആ സമയം തന്നെ വിസിറ്റിംഗ് വിസ റെഡിയായി എൻ്റെ അരികിലെത്തി. ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞിനായി പ്രാർത്ഥിക്കുകയും 1 മാസത്തോളം ഞങ്ങൾ അവിടെ നിൽക്കുകയും ചെയ്തു. അതിനുശേഷം ഇലിയോസ്റ്റമി ക്ലോസ് ചെയ്ത് നാട്ടിൽ കൊണ്ടുവരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവിടെ വെച്ച് തന്നെ കുഞ്ഞിനെ അവിടെ ഹോസ്പിറ്റലിൽ പിന്നീട് തുടരാൻ അവർ സമ്മതിച്ചില്ല. അങ്ങനെ കുഞ്ഞിനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വാങ്ങിക്കുകയും പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇലിയോസ്റ്റമി ആയിട്ട് നാട്ടിൽ വരാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം കുഞ്ഞിനെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായി സൗഖ്യമായി എനിക്ക് നാട്ടിലെത്തിക്കണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയാൽ കുഞ്ഞിൻ്റെ കുറേ കാര്യങ്ങൾ പിന്നെയും ഇമ്പ്രൂവായി. ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞു, ഇലിയോസ്റ്റമി ഞാൻ ക്ലോസ് ചെയ്യാൻ 2 മാസത്തിനകം ഞാൻ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരിയിൽ അവന് സർജറി പിന്നെയും ചെയ്തു. ഇലിയോസ്റ്റമി ക്ലോസ് ചെയ്തു. എനിക്കത് കഴിഞ്ഞു എൻ്റെ ലീവ് കഴിഞ്ഞിരുന്നു. മെറ്റേണിറ്റി ലീവ് 3 മാസമായിരുന്നു. മാർച്ച് 8-ാം തീയതി എൻ്റെ ലീവ് കഴിഞ്ഞു. എന്നിട്ടും എൻ്റെ ഹോസ്പിറ്റലുള്ളവർ എനിക്ക് ലീവ് സാങ്ഷൻ ചെയ്തു തന്നു. അങ്ങനെ ഏപ്രിൽ 3-ാം തീയതി ഞാൻ നാട്ടിലെത്തി കുഞ്ഞുമായിട്ട്. ഇപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, അവൻ സുഖമായിട്ടിരിക്കുന്നു.